ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ തന്നെ നമ്മളെ റോക്കി ബൈൻ്റെ ബേക്ക് എടുത്തിട്ട് നമ്മൾ മോൺസ്റ്റേഴ്സിന് ഇതിനൊക്കെ സ്നേക്ക് മോൺസ്റ്റേഴ്സിനൊക്കെ കാണാൻ പോവാണ്. അതിൻ്റെ ചീറ്റ് കോഡ് ഇതൊക്കെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ നേരെ സ്നേക്ക് മോൺസ്റ്ററിനൊക്കെ ഇവിടുന്ന് എടുക്കണ്ട, നമ്മൾ നേരെ പോയിട്ട് ജുറാസിക് പാർക്കിൻ്റെ അവിടെ നിന്നൊക്കെ എടുക്കാം. ട്രെയിൻ കൊണ്ടൊക്കെ ഇടിപ്പിച്ചൊക്കെ നമുക്ക് പോയിട്ട് നേരെ ഇവിടുന്ന് നമ്മൾ റോക്കി ബൈൻ്റെ ബൈക്കിൻ്റെ സ്പീഡ് നോക്കാം. നമ്മൾ നിഞ്ചൻ്റെ ഒക്കെ അത്ര ഉണ്ടോ നോക്കാം. നേരെ പോവാം. നമുക്ക് ഇതിലോട് ഒന്ന് ചാടിച്ച് നോക്കിയല്ലോ ഫ്രണ്ട്സ്. നമ്മളെ റോക്കി ബൈൻ്റെ ബൈക്ക് ചാടിച്ച് നോക്കാം. ഈ ബിൽഡിങ്ങിന് അപ്പുറത്ത് നോക്കാം. ചാടിച്ചിട്ട് എത്തോ റോക്കി ബൈൻ്റെ ബൈക്ക് ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല. ഇല്ല ഫ്രണ്ട്സ്, ഇത് മേലോട്ടാ വയ്ക്കണേ. ഓക്കെ, എൻ്റെ ബൈക്ക് അങ്ങോട്ടൊന്നും എത്തിയില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ ചാടിയിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നു. നമുക്ക് ഒരു വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കാം. നേരെ ഇനി കുറച്ച് ബാക്കിൽ നിന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ സ്പീഡിൽ കയറും. നമുക്ക് അതിലൊന്ന് ചാടിച്ച് നോക്കാം ഫ്രണ്ട്സ്. ആ ചെറിയ ജമ്പിങ്ങിലെ സാധനങ്ങളോട് ചാടിച്ച് നോക്കാം. പിന്നെ അതിലിട്ട് കറക്കും ചെയ്യണം. ചാടിച്ച് നോക്കാം. ചാടിച്ചാൽ ഈ സൈഡിലാണല്ലോ. ആദ്യം നമ്മൾ തിരിച്ചേട്ടെ സ്പീഡിൽ ചാടണം, എന്നാലേ അറിയുള്ളൂ. അല്ലെങ്കിൽ അറിയത്തില്ല. സ്പീഡിൽ ചാടണമെങ്കിൽ നല്ല സ്പീഡിൽ വന്നിട്ട് നമുക്ക് ചാടിയുള്ളൂ. നമ്മൾ അതിൻ്റെ മേലെ കൂടെ പോകുള്ളൂ. ബാക്കിൽ നിന്ന് വരാം, അതാ നല്ലത്. എത്തുന്നാകുമ്പോൾ നേരത്തെ പോലെ ആവുള്ളൂ. നേരെ വേണ്ടി തിരിച്ചെടുക്കാം. നമുക്ക് ഇവിടുന്ന് വിടാം. ഇവിടുന്ന് പോവാ, സ്പീഡിൽ പോവാ. സ്പീഡ് ചാടും. ഓ ഫ്രണ്ട്സ്, അതിൻ്റെ ബൈക്ക് നമുക്ക് മോൺസ്റ്ററിനെയും കാര്യങ്ങളൊക്കെ വിളിച്ചു നോക്കാം. ഇത് നമുക്കിവിടെ ചാടിച്ചാൽ അങ്ങോട്ട് പോവില്ലേ? നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ മോൺസ്റ്ററിൻ്റെ ചീറ്റ് കോഡ്, സ്നേക്ക് മോൺസ്റ്ററിൻ്റെ ചീറ്റ് കോഡ് 4 സ്നേക്ക് മോൺസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. കുറേ സ്നേക്ക് മോൺസ്റ്ററിനെ വിളിച്ചാൽ സ്നേക്ക് മോൺസ്റ്ററിനെ കുറേ വിളിച്ചാൽ ഇതിനെ നമ്മളെന്തെങ്കിലും കാട്ടിയാലും തിരിച്ചെന്തെങ്കിലും കാട്ടുള്ളൂ. വെറുതെ ഒന്നും ഇതാക്കൂല. ഇതിനെന്തെങ്കിലും കാട്ടിയാൽ മാത്രം തന്നെയല്ലോ നമ്മളെ തിരിച്ചെന്തെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്യുള്ളൂ. ഇത് വെറുതെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവക്കാരനല്ല. നമുക്ക് വലിയ മോൺസ്റ്ററിനെ വിളിച്ചാൽ ഇതെന്താ കുരങ്ങന്മാരെ പോലെ ഉണ്ടല്ലോ. ഒരു വെടി വെച്ചൊക്കെ അതിലെത്തു. നമുക്ക് സ്നേക്ക് മോൺസ്റ്ററിനെ വിളിച്ചാൽ സ്നേക്ക് മോൺസ്റ്റർ പല കളറിലാണ് വരുന്നത്. പച്ചയും മഞ്ഞ കളറിലൊക്കെ വരുന്ന സ്നേക്ക് മോൺസ്റ്റർ. എന്തായാലും നമുക്കൊരു സ്നേക്ക് മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്തൊക്കെ എന്താ സംഭവിച്ചു നോക്കാം. ഗണ്ണെടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിൽക്കുന്ന സ്നേക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി. ഉൻ്റെ മോനെ അറ്റാക്ക് ചെയ്യണൊക്കെ ഉള്ളണില്ലടേ. എൻ്റെ ബൈക്കും പോയി. ഈ 3 മോൺസ്റ്റേഴ്സിനെയും കൊല്ലാൻ പോവാണ്. ഇത് 1 ടാപ്പ് ഒന്നും ഒതുങ്ങൂല. നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആരടേ എന്താ ഒടിഞ്ഞത്ത്. എന്തായാലും നമുക്ക് റോക്കി ബൈൻ്റെ ബൈക്ക് ഒന്നുകൂടി വിളിക്കാം. റോക്കി ബൈൻ്റെ ബൈക്ക് വിളിച്ചിട്ടുണ്ട്. റോക്കി ബൈൻ്റെ ബൈക്ക് വന്നു. റോക്കി ബൈൻ്റെ ബൈക്ക് എടുത്തിട്ട് നമുക്ക് കുറച്ച് സ്കില്ല് കാട്ടാം. റോക്കി ബൈൻ്റെ ബൈക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചാടിച്ചു നോക്കാം. ഈ സംഭവം ഇത് ചാടിച്ചു നോക്കാം. കുറച്ച് ബാക്കിൽ നിന്ന് തരാം. സ്നേക്ക് മോൺസ്റ്റേഴ്സ് ഇനി 2 ഉണ്ടില്ലേ. നമുക്ക് ആദ്യം അവരെ തീർക്കാം. സ്നൈപ്പർ വെച്ച് തീർക്കാം. എന്താ തരയാണ്
മൂന്നെണ്ണം. ഒന്ന് ചത്തിട്ടുണ്ട്. രണ്ടാമത്തെ എന്നാ പിടിച്ച എന്താ ചാവാത്ത. മൂന്നെണ്ണം വടിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ റോക്കി ബാൻ്റെ ബൈക്ക് എടുത്തിട്ടൊന്ന് ചാടിച്ചോക്കത്. നേരെ നമ്മളെ റോക്കി ബാൻ്റെ ബൈക്ക് അതിൻ്റെ മുകളിൽ കൂടെ പോവില്ല നോക്കാം. എല്ലാവരും ചെരിഞ്ഞിട്ട് വേണം പോവാൻ. ഓ ഇത് തീരല്ല കേട്ടോ. റോക്കി ബാൻ്റെ ബൈക്ക് കുഴപ്പമില്ല.